എന്ത് സുഖം സക്കറാത്തുൽ മൗത്തെന്ത് രസം ഭ്രാന്തായ എന്ത് സുഖം സക്കറാത്തുൽ മൗത്തെന്ത് രസം ഭ്രാന്തായ എന്ത് സുഖം സക്കറാത്തുൽ മൗത്തെന്ത് രസം ഭ്രാന്തായ എന്ത് സുഖം സക്കറാത്തുൽ മൗത്തെന്ത് രസം ദിക്റിനിടമില്ല മദ്കൂറും മൊഴിയില്ല ദിക്റിനിടമില്ല മദ്കൂറും മൊഴിയില്ല നിക്കാരം നോമ്പച്ച് സകാത്തും അടവില്ല നിക്കാരം നോമ്പച്ച് സകാത്തും അടവില്ല ഭ്രാന്തായ എന്ത് സുഖം സക്കറാത്തുൽ മൗത്തെന്ത് രസം ഭ്രാന്തായ എന്ത് സുഖം സക്കറാത്തുൽ മൗത്തെന്ത് രസം അവളുടെ നിർബന്ധം ഭ്രാന്തായ എന്ത് സുഖം സക്കറാത്തുൽ മൗത്തെന്ത് രസം ഭ്രാന്തായ എന്ത് സുഖം സക്കറാത്തുൽ മൗത്തെന്ത് രസം ലൈലയും മജ്നുവും ആ പ്രണയത്തിലായിരിക്കെ ഈ കൈസന് ഭ്രാന്തായതിനു ശേഷം ഒരു സംഭവം നിസാമുദ്ദീൻ ഗഞ്ചവി ഇങ്ങനെ പറയുന്നു. ആ നാട്ടിലുള്ള വലിയൊരു കച്ചവടക്കാരൻ ഒരിക്കലും മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ കുറെ ആടുകളെ കാണുന്നു ഒരു ഗുഹാമുഖത്ത്. അവിടെ ചെന്ന് നോക്കുമ്പോൾ ആടുകൾക്കിടയിൽ ഒരു വിചിത്ര ജന്തു ഇങ്ങനെ പൊടിപുരണ്ട് ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് അദ്ദേഹം ആളുകളെയൊക്കെ വിളിച്ച് അവിടെ ആളെ കൂട്ടി
അവിടെ ചെന്ന് നോക്കുമ്പോൾ അതൊരു വിചിത്ര ജന്തുവല്ല, അതൊരു മനുഷ്യനായിരുന്നു. പൊടി പിടിച്ച് ജട പിടിച്ച ഒരു മനുഷ്യൻ. കൈസായിരുന്നു അത്. അവിടെ നിന്ന് എണീപ്പിക്കാൻ നോക്കി, എണീക്കുന്നില്ല. ഗുഹയുടെ പുറത്ത് വിഭവസമൃദ്ധമായ ഒരു സദ്യ അദ്ദേഹം ഒരുക്കിയത്രേ. പക്ഷേ കൈസ് വരുന്നില്ല. അങ്ങനെ നാട്ടിൽ ആരോ പെട്ടെന്ന് കേട്ടറിവിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ പറയുകയുണ്ടായി, ഇതാ ലൈലയെ കൊണ്ട് പിരാന്തായ ആളാണ്. ലൈല എന്നുള്ള വാക്ക് കേട്ടതും ഈ ജന്തു കണക്കെ ഇരിക്കുന്ന മനുഷ്യൻ അവിടെ നിന്ന് കൊട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റു. നിസാമുദ്ദീൻ ഗഞ്ചവി, അതിനുശേഷം ജലാലുദ്ദീൻ റൂമി, ഒരുപാട് ആളുകൾ ഈ ഒരു സംഭവത്തെ പ്രതി ഒരുപാട് കവിതകൾ എഴുതി. ആർ ദൈവത്തിന്റെ നാമം എവിടെ സ്മരിക്കപ്പെട്ടുവോ, എവിടെ അല്ലാഹു എന്ന ദിക്ർ വരുന്നുവോ, ആ സമയത്ത് വജിലത്ത് കുലു, അവരുടെ ഹൃദയം, പ്രണയാർദ്രമായ ഹൃദയം പ്രകമ്പനം കൊള്ളുന്നതിനെ കുറിച്ച് ഈ ഒരു സംഭവം പിന്നീട് ലൈല മജ്നുവിനെ ആധാരമാക്കി ഒരുപാട് കവിതകൾ. എത്ര ദൂരം ഇനി ഞാൻ നടക്കണം എൻ്റെ പ്രണയപ്പൊരുളായ റബ്ബിന്റെ അടുത്തെത്താൻ? ആ കൊട്ടാരത്തിലേക്ക്, ആ പ്രണയമടിത്തട്ടിലേക്ക്, ആ അലങ്കാരത്തെ സ്വപ്നം കണ്ട് ഇനി എനിക്ക് എത്ര വഴി ദൂരം താണ്ടണം? ഇനിയും എത്രയോ നാള് വഴി ദൂരമുണ്ട്, ഇനിയും എത്രയോ നാള് വഴി ദൂരമുണ്ട്. ലൈലാന്റെ കസറിൽ അലങ്കാരം കൊണ്ട്, ലൈലാന്റെ കസറിൽ അലങ്കാരം കൊണ്ട്, അതിനാല് നിസ്കാരം ചൊല്ലും കസറുണ്ട്, അതിനാല് നിസ്കാരം ചൊല്ലും കസറുണ്ട്. അവകാശിയായി ഞാനല്ലാതെയാരുണ്ട്, ഭ്രാന്തായ ഭ്രാന്തായ എന്ത് സുഖം, സകറാത്തുൽ മൗത്ത് എന്ത് രസം, ഭ്രാന്തായ എന്ത് സുഖം, സകറാത്തുൽ മൗത്ത് എന്ത് രസം. കൊടുങ്കാട്ടിനുള്ളിലെ ആ കൊള്ളിപ്പൊരുലാക്ക്, കൊടുങ്കാട്ടിനുള്ളിലെ ആ കൊള്ളിപ്പൊരുലാക്ക്, ചുടുമുത്തം നൽകണം എനിക്കും ലൈലാക്ക്, ചുടുമുത്തം നൽകണം എനിക്കും ലൈലാക്ക്. ഇത്ര ആളുകളാണ് ലൈലയെ ഈ കവിതയിൽ കൊണ്ടുപോകുന്നത്. मजनून ने शहर छोड़ा तो सहरा भी छोड़ दो, नज़ारे की हवस हो तो लैला भी छोड़ दो. അല്ലാമ ഇഖ്ബാൽ ലൈലാന്റെ പ്രേമ സിറായ മീമി ലൈലും നഹാറിൽ ആനന്ദം മതിയെ മസ്തബാവ പാടിയ പാടി. നോക്കൂ, ഒരു കാട്ടിന്റെ ഉള്ളിലെ ഒരു കൊള്ളിയുടെ പൂതി നോക്കണം നിങ്ങൾ. കൊടുങ്കാട്ടിനുള്ളിലെ ആ ഒരു കൊള്ളിയുടെ പൂതി കൊട്ടാരത്തിലെ ലൈലയ്ക്ക് ചുംബനം നൽകണം. എന്ത് അർഹതയാണ് ഉള്ളത് എന്ന് ആ കൊള്ളി ചിന്തിച്ചാൽ എങ്ങനെയാണ്? പക്ഷേ തുണ്ടം തുണ്ടം അരിഞ്ഞ് തന്നിലുള്ള തന്നെ ഇല്ലാതാക്കി, താനെന്ന അഹങ്കാരത്തെ ഇല്ലാതെയാക്കി, ഉള്ളിൽ ലൈല ലൈല എന്ന് മാത്രമായി തന്നിൽ നിന്ന് പോകേണ്ടതൊക്കെ പോയപ്പോ പിന്നീട് ആ കൊള്ളിയുടെ സ്ഥാനം ചുംബനം മാത്രമല്ല, പിന്നെ അറാക്കായിട്ട് അവസാനം ലൈലയുടെ ചുണ്ടിനകത്താണ് പിന്നീട് ഈ കൊള്ളി പോയിട്ടിരിക്കുന്നത്. റൂമി പറയുണ്ടായി, ബെഷ്ന അസ്നി ചൂ ശികായത്ത് മേ കുനത്, ബെഷ്ന അസ്നി ചൂ ശികായത്ത് മേ കുനത്. ഈ ഓടക്കുടലിന്റെ ആഗ്രഹം എന്താണെന്നറിയോ? ആ മുളങ്കൂട്ടത്തിലേക്ക് പോയിട്ട് അവിടെ എത്തണമെന്നാണ്.
ആ മുളങ്കൂട്ടത്തിൽ നിന്നാണല്ലോ ഞാൻ വന്നത്, എനിക്ക് അങ്ങോട്ട് പോകണം എന്നതിന്റെ ശബ്ദം, ആ പ്രണയരോദനമാണ് ആ 7 മുറിവുകളിലൂടെ പുല്ലാങ്കുഴൽ ഇങ്ങനെ പുറത്തു വിടുവിക്കുന്നത് എന്നാണ് ജലാലുദ്ദീൻ റൂമി പറയുന്നത്. പുല്ലാങ്കുഴലിനകത്ത് ഒന്നുമില്ലാതെ അകം ശുദ്ധമായതുകൊണ്ടാണ് ആ പ്രണയാർദ്രമായ മനസ്സോടെ അതിന് ആ പ്രണയപ്രഭവത്തിന്റെ മടിത്തട്ടിലേക്ക് എത്താൻ ആ ഓടക്കുഴലിന് സാധ്യമാകും. അപ്പോ ആ കൊള്ളിയുടെ പൂതി തന്നിൽ നിന്ന് ഒഴിയേണ്ടതിനെ ഒക്കെ ഒഴിഞ്ഞപ്പോ ചുംബനത്തിനപ്പുറം ചുണ്ടിൽ കയറിയിരിക്കാൻ ഈ കൊള്ളിക്ക് പറ്റും. കൊടുങ്കാട്ടിനുള്ളിലെ ആ കൊള്ളി